ഏകതാ പരിഷത്ത്, സർവോദയ മണ്ഡലം, ഗാന്ധി വിചാരധാര എന്നീ ഗാന്ധിയൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി 2025 സംഘടിപ്പിച്ചു. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വഴിയിലൂടെ നീക്കങ്ങളുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന മാർട്ടിൻ ലൂതർ കിങ്ങും മറ്റൊരു മഹാനായിരിക്കുന്നു. ആ മേഖലയിൽ അദ്ദേഹത്തെ കുറിച്ച് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ ശക്തികൾക്ക് ഉള്ളത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ അവരും കുറെ കൂടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം കൂടിയിരിക്കുന്നത്. അതേപോലെ ഒരു വക്കീൽ എന്ന നിലയിൽ സത്യമുള്ള കേസുകൾ മാത്രം കുറ്റവാളിയാണ് പ്രതിയെങ്കിൽ ആ കുറ്റം ഏറ്റുപറഞ്ഞ് ശിക്ഷയേൽക്കാൻ തയ്യാറാകണമെന്ന നിലയിൽ വക്കീൽ പണിയെ സ്വീകരിച്ചിട്ടുള്ള മറ്റൊരു വിഷയങ്ങളില്ല. കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷനായിരുന്നു. ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് LP സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ മാർഗരറ്റ് കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. സർവമത പ്രാർത്ഥന, ഭജൻ, പുഷ്പാർച്ചന, വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പാരായണം, ഗാന്ധി കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. ശ്രീദേവി രാജീവ് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സന്തോഷ് ചെറായി, സ്റ്റീഫൻ മഞ്ഞനക്കാട്, രാഘവൻ അയ്യമ്പിള്ളി, ജോസി MG, ജോസഫ് നരികുളം, കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ, ആന്റണി കല്ലൂർ എന്നിവർ സംസാരിച്ചു. രാമവർമ്മ ഹൈസ്കൂൾ സംഗീത അധ്യാപകൻ ഹരികൃഷ്ണൻ, ജിജി പെരുമ്പിള്ളി, മേരി മിൽക്കി എന്നിവർ സർവമത പ്രാർത്ഥനയ്ക്കും ഭജനയ്ക്കും നേതൃത്വം നൽകി. കലോത്സവ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഇവർക്ക് വേണ്ടി പഠനയാത്രയും സംഘടിപ്പിക്കും. കഴിഞ്ഞ 25 കൊല്ലക്കാലമായി വൈപ്പിങ്ങര കേന്ദ്രീകരിച്ച് ഗാന്ധിമാർഗ പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള പ്രസ്ഥാനമാണ് ഗാന്ധി വിചാരധാര. ഗാന്ധി വിചാരധാരയുടെയും സർവോദയ മണ്ഡലത്തിൻ്റെയും ഏകതാ പരിഷത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 200ഓളം വിദ്യാലയങ്ങളുടെ പ്രാതിനിധ്യത്തോടെ നടത്തിവരുന്ന വലിയ ഒരു മേളയാണ് ഗാന്ധി കലോത്സവം. 6 ഉപജില്ലകളുടെ പ്രാതിനിധ്യം ഇതിനുണ്ട്. ഇതിനോടകം തന്നെ 10,000 കുഞ്ഞുങ്ങൾ ഗാന്ധി മാർഗത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ബോധ്യപ്പെട്ട് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്.